ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് ജാനുവരി 2025 മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാ മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചർ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ എത്രയും നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്ന വീഡിയോസിൻ്റെ കൂടെ അത്രയും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവും. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായി റീഡിംഗ് ബുക്ക് ചെയ്യാം. എൻ്റെ കൂടെ പേഴ്സണൽ റീഡിങ്സ്, പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രമായിട്ടാണ് ആൻഡ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ ബേസിസിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. എന്നെ കോൺടാക്ട് ചെയ്യാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ സ്ക്രീനിൽ വെച്ചിട്ടുണ്ട് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ചെക്ക് ചെയ്യാം. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. മന്ത്ലി ജാനുവരി മെസ്സേജസ് നിങ്ങൾക്ക് എന്താണെന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ജെമിനായി, നിങ്ങളുടെ ജാനുവരി മാസത്തിൻ്റെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ജാനുവരി മാസത്തിൻ്റെ ഓവറോൾ എനർജി ജെമിനൈക്ക് വേണ്ടിയിട്ട് 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ 3 ഓഫ് പെൻറ്റിക്കിൾസ്. കറണ്ട് ജാനുവരി എനർജി നിങ്ങളുടെ കിങ് ഓഫ് കപ്സ്. ഫ്യൂച്ചർ എനർജി കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ജാനുവരിയിൽ 10 ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ അഡ്വൈസ് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ 7 ഓഫ് പെൻറ്റിക്കിൾസ്. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിലാണ് റിവീൽ ചെയ്യാൻ പോണത്. അപ്പോൾ എൻഡ് വരെ ഈ വീഡിയോനെ കാണാം. അപ്പോൾ 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ ഓവറോൾ എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു വിഡ്രോൺ എനർജിയാണ്. ഓക്കെ, 4 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇവിടെ നിങ്ങൾ ഫോട്ടോയിൽ കാണുമ്പോൾ ഒരു പേഴ്സൺ ഒരു ലോക്ക്ഡ് കേജിന്റെ ഉള്ളിലാണ്. പറഞ്ഞ ഒരു ലോക്ക്ഡ് ഗേറ്റ് ആണ് ഇത്. അതിൻ്റെ അപ്പുറത്താണ്, ഇപ്പുറത്തല്ല. ഓക്കെ, അപ്പോൾ എവിടെയോ ഈ പേഴ്സൺ ഒരു റെസ്ട്രിക്റ്റഡ് എനർജിയിലാണ്. അങ്ങനത്തെ എനർജിയാണ് നിങ്ങളുടെ. നിങ്ങൾക്ക് വേണച്ചാൽ ഇത് തുറന്ന് പുറത്ത് വരാം. പക്ഷെ നിങ്ങൾ തന്നെ ഒരു റെസ്ട്രിക്റ്റഡ് എനർജിയിലാണ്. നിങ്ങൾ തന്നെ ഇത് നിങ്ങളുടെ എനർജി അങ്ങനെ ആക്കിയിട്ട് ഒരു റെസ്ട്രിക്റ്റ് ഇതുണ്ട് നിങ്ങളുടെ എനർജീനെ. ഇത് ചില കേസസിൽ ഒരു സേവിങ് എനർജിയുമാണ്. ഫിനാൻഷ്യലി നിങ്ങൾക്ക് കൂടുതൽ സേവ് ചെയ്യണം എന്നൊരു ഫീലിംഗ് ഉണ്ടാവും ഈ മാസം. മേ ബി നിങ്ങളുടെ എക്സ്പെൻസസ് കൂടിയോണ്ടായിരിക്കാം നിങ്ങൾ കുറച്ചൊരു സേവിങ് മെൻറ്റാലിറ്റിയിലുള്ളത്. പക്ഷേ നമ്മൾക്കിത് ക്ലാരിഫൈ ചെയ്യാം. 4 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ? 9 ഓഫ് കപ്സ് ആൻഡ് സ്ട്രെങ്ത്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോൾ എന്തോ ഒരു ചാലഞ്ച് ഉണ്ട് നിങ്ങളുടെ എനർജിയിൽ. എന്ന് വെച്ചാൽ ഇവിടെ 4 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു കാരണം ഉണ്ട്. ഈ 4 ഓഫ് പെൻറ്റിക്കിൾസിന്റെ ഈ എനർജിയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പാസ്റ്റിൽ എന്തോ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ഒരു ഹെൽഡ് ബാക്ക് എനർജിയിൽ, ഒരു പ്രൊട്ടക്റ്റീവ് എനർജിയിൽ. നിങ്ങൾ ആരുടെയും കൂടെ അത്ര ഓപ്പൺ അപ്പ് ആവണില്ല, ഷെയർ ചെയ്യണില്ല, വൾണറബിൾ അല്ല, കുറച്ചൊരു റിസർവ്ഡ് എനർജിയിലാണ്. അപ്പോൾ 4 ഓഫ് പെൻറ്റിക്കിൾസ് ഞാൻ പറഞ്ഞ മാതിരി ചില കേസസിൽ ഒരു സേവിങ് എനർജിയും ആവാം. മേ ബി നിങ്ങൾ കൂടുതൽ സോഷ്യലൈസ് ചെയ്യണില്ല. എന്നുവെച്ചാൽ നിങ്ങളുടെ പൈസയുടെ കാര്യത്തിൽ കുറച്ച് സേവ് ചെയ്യണം എന്ന് അങ്ങനെ തോന്നുന്നുണ്ടാവും. കൂടുതൽ പുറത്ത് പോയാൽ വേറെ ആൾക്കാരുടെ കൂടെ സോഷ്യലൈസ് ചെയ്താൽ അത്രയും എക്സ്പെൻസസ് കൂടും. അപ്പോൾ കുറേ റെസ്ട്രിക്റ്റഡ് എനർജിയിലാണ് നിങ്ങൾ. ഓക്കെ, പക്ഷെ സ്ട്രെങ്ത് ഉണ്ട് ഇവിടെ. അപ്പോൾ സ്ട്രെങ്ത് ഇന്നർ സ്ട്രെങ്ത്തിൻ്റെ എനർജിയാണ്. ഈ ചാലഞ്ച് ഫിനാൻഷ്യൽ ആണെച്ചാലും ഓർ ഇമോഷണൽ ആണെച്ചാലും നിങ്ങൾ ഇതിനെ ഓവർകം ചെയ്യും. 9 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ, ഒരു വിഷ് ഫുൾഫിൽമെന്റ് എനർജിയാണ്. അപ്പോൾ ഫൈനലി നിങ്ങൾ ഒരു വിഷ് ഫുൾഫിൽമെന്റിന്റെ ഡയറക്ഷനിലേക്കാണ് പോണത്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ഓവറോൾ എനർജിയിൽ. ഇപ്പൊ നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. 3 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ ഒരു വർക്ക് റിലേറ്റഡ് എനർജി ആവാം, കമ്മ്യൂണിറ്റി റിലേറ്റഡ് എനർജിയും ആവാം, ചില കേസസിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം. അപ്പോൾ ഈ 3 ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ്? നിങ്ങൾ എന്തോ ബിൽഡ് ചെയ്യണ എനർജിയും ആവാം. നിങ്ങൾ വേറെ ആൾക്കാരുടെ കൂടെ കൊലാബറേറ്റ് ചെയ്ത് എന്തോ
ക്രിയേറ്റ് ചെയ്യണ എനർജി ആവാം. അപ്പോൾ ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിൾസ് ഡെവിളുടെ കൂടെയാണ്. അപ്പോൾ ഇത് മോസ്റ്റ്ലി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ എനർജിയാണ്. അതല്ലച്ച നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ വേറെ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യണ്ടാച്ചാൽ മേ ബി ആ സിറ്റുവേഷൻ കുറച്ചൊരു ടോക്സിക് ആവാം. അതിൻ്റെ കാരണം നിങ്ങൾ കുറച്ചൊരു ഐസൊലേറ്റഡ് എനർജിയിലായി പോയി. എന്നുവെച്ചാൽ ഇത് കുറേ ടോക്സിക് എനർജിയാണ്. ഓക്കെ, ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു റിലേഷൻഷിപ്പിലാണെന്ന് വെച്ചാൽ നിങ്ങളും ആരുടെയും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ഉണ്ട്. ഇവിടെ കാപ്രിക്കോൺ ആൻഡ് വെർഗോ എനർജി കാണാണ്ട് ഇത് പാസ്റ്റ് എനർജിയിലാണ്. കറണ്ട് എനർജിയിൽ കിങ് ഓഫ് കപ്സ് ഉണ്ട്. ഇപ്പോൾ ഇതൊരു സ്കോർപിയോ എനർജിയാണ് യൂഷ്വലി, പക്ഷേ ഇത് വാട്ടർ സൈൻ, ഏതും വാട്ടർ സൈൻ ആവാം, പൈസീസ് ക്യാൻസറും ആവാം. അപ്പോൾ ഈ കിങ് ഓഫ് കപ്സ് ഇവിടെ എന്താ കാണുന്നത്? Eight of Swords and Page of Cups. ഞാൻ കാണുന്നത് ഒരു പുതിയ പേഴ്സൺ ആണ് നിങ്ങളുടെ ലൈഫിൽ, ഒരു പുതിയ ലവ്. ഓക്കെ, നിങ്ങൾ കുറേ ഒരു കേജിലാണ്, റെസ്ട്രിക്റ്റഡ് എനർജിയിലാണ്. നിങ്ങൾക്ക് വേണച്ച ഈ റെസ്ട്രിക്ഷൻ ഇത് സെൽഫ് ഇമ്പോസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത മെന്റൽ ബ്ലോക്കാണ്. ഇതിന് നിങ്ങൾക്ക് വേണിച്ചാൽ പുറത്ത് വരാം. പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഇല്ല, ഒരു ചോയ്സ് ഇല്ല. പക്ഷെ ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ ചോയ്സ് ഉണ്ട്. അതിനെ നിങ്ങൾക്ക് ഈ ചോയ്സ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ആ ചോയ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുമല്ല വെച്ചാൽ നിങ്ങൾ ആക്ച്വലി അങ്ങനെ ഒരു ബിലീവ് ചെയ്യാൻ തുടങ്ങി അത് നിങ്ങൾക്ക് ചോയ്സ് ഇല്ല എന്ന്. പക്ഷെ ആക്ച്വലി നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്. ഇതിന് പുറത്ത് വരാനുള്ള ചോയ്സ് നിങ്ങളുടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു പുതിയ ബിഗിനിങ് ആണ് കാണുന്നത്. ലവ് ഓഫർ ഉണ്ട്, പക്ഷെ ഇത് നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകണോ വേണ്ടെന്ന് ആ ചോയ്സ് നിങ്ങൾക്കാണ് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, ഇവിടെ അതാണ് കാർഡ്സ് പറയണത്. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഞാൻ വേറെ ഒരു കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കാണുന്നത്. ഇതൊരു ടോറസ് എനർജിയാണ്, ഒരു വർക്ക് മൈൻഡഡ് എനർജിയാണ്. അത് മേ ബി അത് ഒരു വേറെ ഒരു പേഴ്സൺ ആവാം, ഇല്ലച്ചാൽ ഇത് നിങ്ങളുടെ തന്നെ എനർജി ആവാം. 6 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ ആൻഡ് 4 ഓഫ് സോർഡ്സ്. അപ്പോൾ നിങ്ങൾ ആക്ച്വലി വർക്ക് ഫോക്കസ്ഡ് എനർജിയിലാണ് ഫ്യൂച്ചറിൽ. നിങ്ങളുടെ ലൈഫിൽ വേറെ ആൾക്കാർ ഉണ്ടെച്ചാലും, ഒരു പാർട്ട്ണർ ഉണ്ടെച്ചാലും, ഒരു പുതിയ പേഴ്സൺ ഉണ്ടായാലും നിങ്ങളുടെ എനർജി വർക്കിലാണ് കൂടുതൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇടയ്ക്ക് ഒരു അത്ര ഒരു കണക്ഷൻ ഞാൻ കാണുന്നില്ല. ഒരു പുതിയ പേഴ്സണിൻ്റെ കൂടെ ഒട്ടും ഒരു കണക്ഷൻ ഇല്ല. പക്ഷെ പാസ്റ്റ് പേഴ്സണിന്റെ കൂടിയും ഒരു സെപ്പറേഷൻ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഹീൽ ചെയ്യാനാണ് നോക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഫ്യൂച്ചറിലും നിങ്ങൾ നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കണു, നിങ്ങളുടെ ഹെൽത്തിനെ ഫോക്കസ് ആണ് ചെയ്യണത്, നിങ്ങളുടെ കരിയറിലാണ് ഫോക്കസ് ചെയ്യണത്. ലവ് ഞാൻ എവിടെയും കാണില്ല. ഓക്കെ, അറ്റ്ലീസ്റ്റ് ജാനുവരിയിലില്ല. അപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 10 ഓഫ് സോർഡ്സ് ആണ്. അപ്പൊ ഇവിടെ ചാലഞ്ചിൽ തന്നെ ഞാൻ കാണുന്നത് ഒരു എൻഡിങ് ആണ്, ഒരു ബിട്രിയൽ ആണ്. നിങ്ങൾ ഇങ്ങനെ ഒരു ബിട്രേഡ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. മേ ബി നിങ്ങളുടെ പാസ്റ്റ് പേഴ്സണിന്റെ കാരണമായിരിക്കാം. പക്ഷെ ഇതിന്ന് നിങ്ങൾക്ക് പുറത്ത് വരാനുള്ള എനർജി ആണ് അഡ്വൈസ്. എന്ന് വെച്ചാൽ ഇവിടെ 10 ഓഫ് സോർഡ്സ് ഒരു വെരി ഡിപ്രസിങ് എനർജിയാണ്, ഒരു ഗിവൺ അപ്പ് മാതിരി ഒരു എനർജിയാണ്. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇതൊരു ഡെസ്റ്റിൻഡ് കാര്യമായിരുന്നു, നിങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതിനെ പ്രിവെന്റ് ചെയ്യാനും പറ്റില്ല. ഉണ്ടായത് ഉണ്ടായി, ഇപ്പോൾ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനുള്ള സമയമായി. നിങ്ങൾ ഹീലിംഗ് എനർജിയിലാണ്, പക്ഷെ ഇത് നിങ്ങളുടെ ചാലഞ്ച് ആയിട്ടാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച്. നിങ്ങളുടെ അഡ്വൈസ് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അഡ്വൈസ് ഇവിടെ പറയണത് യൂണിവേഴ്സ് എന്താ വെച്ചാൽ മൂവ് ഓൺ. എന്നുവെച്ചാൽ ഇവിടെ ഒരു പുതിയ സ്റ്റേബിൾ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഇതൊരു പുതിയ ജോലി ആയിരിക്കാം, ഒരു പുതിയ പേഴ്സൺ ആവാം. പക്ഷെ ഇത് ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളുടെ അഡ്വൈസ് പാസ്റ്റിനെ കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യുക ആൻഡ് മൂവ് ഓൺ ചെയ്യുക. എന്നുവെച്ചാൽ ഈ വരണ ഓപ്പർച്യൂണിറ്റി ടൈം സെൻസിറ്റീവ് ഓപ്പർച്യൂണിറ്റി ആണ്. അത് കുറേ സമയം വരെ ഉണ്ടാവില്ല. നിങ്ങൾ ഇതിനെ ഇഗ്നോർ ചെയ്താൽ അത് പിന്നെ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആവും. പക്ഷെ ഇത് ഡെസ്റ്റിൻഡ് ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു ചേഞ്ച് വരണത് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുക, പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക. നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ 7 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങൾ ആക്ച്വലി കോൺഷ്യസ്ലി അല്ല, പക്ഷേ സബ് കോൺഷ്യസ്ലി മേ ബി ഇപ്പോഴും പാസ്റ്റിൻ്റെ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ആണ് ചെയ്യണത്. നിങ്ങൾക്ക് കോൺഷ്യസ്ലി നിങ്ങൾ അങ്ങനെ ആയിരിക്കും പറയുണ്ടാവും, അത് ഞാൻ മൂവ് ഓൺ ചെയ്തു, എനിക്കിപ്പോൾ
പാസ്റ്റ് പേഴ്സന്റെ കൂടെ ഒന്നും കണക്ഷൻ ഇല്ല, അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ സബ് കോൺഷ്യസ്ലി എവിടെയോ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഹോപ്പ് ഉണ്ട്. നിങ്ങൾ ഇപ്പോഴും ആ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണു. നിങ്ങൾ ഇപ്പോഴും അവരുടെ മെസ്സേജിൽ കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണു. ഇത് ഹിഡൻ ഫാക്ടറാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ കാര്യമാണ്. ഓക്കെ, കോൺഷ്യസ്ലി നിങ്ങൾക്ക് അത് അറിയില്ല വെച്ചാലും സബ് കോൺഷ്യസ്ലി എവിടെയോ നിങ്ങൾക്ക് ഒരു ഹോപ്പ് ഉണ്ട്. മേ ബി നിങ്ങൾ വേറെ ആൾക്കാരോട് പറയുമ്പോൾ അങ്ങനെയായിരിക്കും പറയുണ്ടാവും, പക്ഷെ മനസ്സിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എപ്പോഴും ആ പേഴ്സന്റെ കൂടെ ഒരു റീകൺസിലിയേഷൻ വേണം എന്ന്. ഓക്കെ, 4 of Wands. അപ്പോൾ എന്താണ് ഇവിടെ ഔട്ട്കം? നിങ്ങളുടെ ഔട്ട്കം ജാനുവരി മാസത്തിന്റെ 6 of Cups ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ പാസ്റ്റ് പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ചില കേസസിൽ റീകൺസിലിയേഷന്റെ ചാൻസസും ഉണ്ട്. ഈ പേഴ്സൺ തിരിച്ചു വരാനുള്ള ചാൻസ് ഹൈ ആണ്. ഈ 6 of Cups ഔട്ട്കം എംപറർ ഏരീസ് എനർജി ഉണ്ട്. ഇവിടെ നിങ്ങൾ ഡീൽ ചെയ്യണത് ഒരു ഫയർ സൈൻ്റെ കൂടെ ആയിരിക്കാം. പക്ഷെ ഇവിടെ ഞാൻ കാണുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ചില കേസസിൽ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഈ പേഴ്സൺ തിരിച്ചു വരും. ഇപ്പൊ എല്ലാവരുടെയും പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരാൻ വഴിയില്ല. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പൊ ഞാൻ എപ്പോഴും പറയണ മാതിരി എല്ലാവർക്കും ഇത് റെസൊനേറ്റ് ആവില്ല. പക്ഷെ യെസ്, നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഈ പേഴ്സൺ തിരിച്ചു വരും. ആൻഡ് അങ്ങനെ ഉണ്ടായ എനിക്ക് കമന്റ്സിൽ എഴുതി ഡെഫിനറ്റ്ലി പറയാ ഇത് ഉണ്ടായോ ഇല്ലേന്ന്. അങ്ങനെ എന്താ വെച്ചാൽ എനിക്ക് അറിയും ഞാൻ നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷെ ഇതാണ് നിങ്ങളുടെ ജാനുവരി മാസത്തിന്റെ റീഡിംഗ്. ഇപ്പൊ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓറക്കിൾ മെസ്സേജസ് നോക്കാം. മൂനോളജി ഡെക്കിന് എന്താണ് ജെമിനൈക്ക് വേണ്ടിയിട്ട് മെസ്സേജ്? യുവർ ഹാർഡ് വർക്ക് ഇസ് പേയിങ് ഓഫ്. അപ്പൊ നിങ്ങൾ ഇട്ട ഹാർഡ് വർക്ക് എസ്പെഷ്യലി കരിയറിൽ അത് ഈ മാസം നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട്സ് കിട്ടും. നല്ല പോസിറ്റീവ് റിസൾട്ട്സ് ആയിരിക്കും. അപ്പോൾ ജെമിനായി ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എനിക്ക് ഓൾറെഡി പ്രീ ബുക്കിംഗ്സ് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ പ്രീ ബുക്ക് ചെയ്യുക നിങ്ങളുടെ റീഡിങ്സ് ഒക്കെ. എന്നുവെച്ചാൽ ഞാൻ ഫസ്റ്റ് കം ഫസ്റ്റ് ആണ് ബുക്കിങ്സ് എടുക്കുന്നത്. നിങ്ങൾ പ്രീ ബുക്ക് ചെയ്താൽ ഞാൻ ആ ഡേറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രീ ബുക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് കൺഫേംഡ് ആയിട്ട് ഒരു ബുക്കിംഗ് ഒരു റീഡിംഗ് കിട്ടും. അപ്പോൾ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.